ലയണൽ മെസ്സിയുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും ലെവലിലേക്ക് എത്താൻ ലാമിൻ യമാൽ എന്താണ് ചെയ്യേണ്ടത്? മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം, അതായത് ചാമ്പ്യൻസ് ലീഗ് ഒക്കെ വിൻ ചെയ്തിട്ടുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ലെജൻഡ് ആയിട്ടുള്ള ഡയറ്റ് യോർക്ക് എന്ന താരം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യമാലിനൊരു സന്ദേശം എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, യമാലിന്റെ നിലവിലെ സ്പെയിനിന്റെ പരിശീലകനായിട്ടുള്ള ലൂയിസ് ഡാലഫോറി എന്ന ആ ഒരു പരിശീലകനും ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വളരെ വ്യക്തമായിട്ട് നോക്കാം. ആദ്യമേ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ ഒരു എക്സ് താരം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യമാല് വളരെ മികച്ച പൊട്ടൻഷ്യലുള്ള വളരെ മികച്ച ടാലന്റ് ആണ്, അതിലൊന്നും ആർക്കും ഒരു സംശയമില്ല. എന്നാൽ യമാല് ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം സോഷ്യൽ മീഡിയ ആയിരിക്കും എന്നതാണ്. കുറേയൊക്കെ ശരിയാണ്, സോഷ്യൽ മീഡിയയിൽ പല പല വിവാദങ്ങളാണ് 18 വയസ്സിനകത്ത് ഇവൻ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ പണ്ട് അത്ര വലിയ രീതിയിലല്ലായിരുന്നു. അതായത് ലയണൽ മെസ്സിയുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും കാലഘട്ടത്തിൽ അവരുടെ ചെറുപ്പകാലത്ത് 18-19 ആ ഒരു ഏജിൽ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ സോഷ്യൽ മീഡിയയിലേക്ക് പോകുന്നതിന് പകരം ഫുട്ബോളിൽ ഫോക്കസ് ചെയ്തു. അവരിപ്പോൾ ഈ കാണുന്ന ഒരു നിലയിലേക്ക് എത്തി. എന്നാൽ ഇപ്പോൾ ഉള്ള ജനറേഷൻ അങ്ങനെയല്ല. അവർ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റഡ് ആണ്, അറിയാലോ, സ്ക്രീനാണ്. അതായത് ഇപ്പോൾ ഉള്ള ജനറേഷനിൽ അത് 18-19 വയസ്സുള്ള താരങ്ങളെ സംബന്ധിച്ച് അവർ വളർന്നു വരുന്നത് തന്നെ ഈ ഒരു സ്ക്രീന് കണ്ടിട്ടാണ്. അതായത് പെറ്റിടുന്നത് തന്നെ സ്ക്രീനിലോട്ടാണെന്ന് പറയത്തില്ല, അതുപോലെയാണുള്ള അവസ്ഥയാണ് നിലവിലെ ഒരു ജനറേഷനിലുള്ളത്. ഞാനും അതേ ജനറേഷനിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ ഞാനും പറയുന്നതാണ്, നോർമലി സ്ക്രീൻ അഡിക്റ്റ് ആകുക എന്ന് പറയുന്നത് സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോഴത്തെ ജനറേഷനിൽ. പണ്ടങ്ങനെയല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫോക്കസ് നഷ്ടപ്പെടാനുള്ള സാധ്യത ഹൈ ആണ്, ഹ്യൂജ് ചാൻസ് ആണുള്ളത് പഴയ കാല ഫുട്ബോളിനെ അപേക്ഷിച്ച്. എന്നാൽ എല്ലാവരും അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ചിലർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് വളരെ പുവർ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് ഒരു കണ്ടീഷനിലായിരിക്കും അവർ വരുന്നത്. ഇപ്പോൾ ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന താരങ്ങളെ സംബന്ധിച്ച് അവർ ഈ ഒരു ഫോൺ അഡിക്റ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇപ്പോഴായിരിക്കും, അതായത് അവർ പ്രൊഫഷനിലേക്ക് എത്തുന്ന ആ ഒരു സമയത്തായിരിക്കും അവർക്ക് ഫോൺ തന്നെ കിട്ടി തുടങ്ങി കാണുക. അതിനു മുമ്പ് അങ്ങനെ ആയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ആയിരിക്കും ഒരു കുറേ ആളുകൾ അങ്ങനെ ആയിരിക്കും. പക്ഷേ യമാലിനെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ച് അവർ ഒരു ഹൈ റിച്ച് ആയിട്ടുള്ള ഫാമിലി അല്ലെങ്കിൽ പോലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലൂടെ വളർന്നു വരുന്ന പ്ലേയേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ആക്സസ് ലഭിക്കും. ഫോണ്, ഡിജിറ്റൽ ഓൺലൈൻ ആക്സസ് അവർക്ക് ഈസി ആയിട്ട് ലഭിക്കും. അപ്പോൾ അങ്ങനത്തെ ആക്സസ് യൂസ് ചെയ്തിട്ട് അവരുടെ ആ ഒരു ഫോക്കസ് അതിലോട്ട് മാറിക്കഴിഞ്ഞാൽ തോം എല്ലായി പോകും എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. ശരിയാണ്, സാധ്യതകളുണ്ട്, നമുക്കൊരിക്കലും തള്ളിക്കളയാൻ കഴിയത്തില്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം. ഇനി ഡീലഫോറി എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഡീലഫോറിക്ക് ഇതാണ് പണി, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. നമ്മൾ ഇത് ഒരു 3-4 വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് ഡീലഫോറി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യമാല് ഒരു സ്പീഡ് ലേണറാണ്. പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട് യമാൽ ഈ ഒരു ചെറുപ്പത്തിൽ, 18 വയസ്സിൽ. അത് മാത്രമല്ല, യമാല് വളരെ വലിയൊരു പൊട്ടൻഷ്യലാണ്, വലിയ ടാലൻ്റാണ് യമാൽ. എന്നാൽ ടാലൻറ്റ് മാത്രം പോരാ. ടാലൻറ്റ് മാത്രം വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹാർഡ് വർക്ക് വേണം, ഡെഡിക്കേഷൻ വേണം, ഡിസിപ്ലിൻ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സൂപ്പർ താരമായിട്ട് മാറാൻ കഴിയത്തുള്ളൂ. യമാൽ ഇപ്പം അതൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇത് എത്രത്തോളം മുന്നോട്ട് അദ്ദേഹം കൊണ്ടുപോകുന്നത് കണ്ടറിയണം എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. യമാൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടാണ് ചെയ്യുന്നത് എന്നത് അതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് ഈ രണ്ട് കോച്ചസ്, അതായത് ഒരാൾ എക്സ് താരവും ഒരാൾ കോച്ചുമാണ്. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള കാര്യം, യമാലിന് മെസ്സിയുടെയും റൊണാൾഡോയുടെയും ലെവലിലേക്ക് എത്താൻ യമാല് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇവർ രണ്ടുപേരും ഒരേപോലെ പറയുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യമാലിൻ്റെ ആ ഒരു പീക്കിലേക്ക് എത്തിയിട്ടില്ല. ശരിയാണ്, 18 വയസ്സായിട്ടുള്ളൂ. ഇനിയുള്ള 2-3 വർഷങ്ങളായിരിക്കും യമാലിൻ്റെ കരിയറിലെ ആ ഒരു ടേണിങ്. യമാലിൻ്റെ കരിയർ എങ്ങോട്ട് കൊണ്ടുപോകുന്നു തീരുമാനിക്കാൻ പോകുന്ന വർഷങ്ങളാണ് ഇനി വരാനുള്ള 2-3 വർഷങ്ങൾ എന്നാണ് ഇവർ രണ്ടുപേരും ആ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്കും അത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം 18 വയസ്സായിട്ടുള്ളൂ, ഇനിയും പല മേഖലകളിൽ ഇമ്പ്രൂവ്മെന്റ് വരും. അറിയാലോ, 21 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഒരു പ്ലെയർ പൂർണ്ണമായിട്ട് എല്ലാ മേഖലകളിലും ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ട് മാറുക. അപ്പോൾ ഇനിയും പല മേഖലകളിൽ യമാൽ ഇമ്പ്രൂവ് ആകും. യമാലിൻ്റെ ഒരു പീക്ക് വെർഷൻ നമുക്ക് ഇനിയായിരിക്കും കാണാൻ കഴിയുക. ഇതേ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ഡിസിപ്ലിനും എല്ലാം ആയിട്ട് യമാൽ പോയാൽ, മീഡിയ ഒഴിച്ച് നിർത്തിയിട്ട് യമാൽ ചെയ്ത് കഴിഞ്ഞാൽ യമാലിന് ഈ ഒരു
മെസ്സിയുടെയും റൊണാൾഡോയുടെയും ലെവലിലേക്ക് എത്താൻ പറ്റുമെന്ന് എനിക്കറിയാൻ വയ്യ. എന്നാൽ നല്ലൊരു മികച്ചൊരു ഫുട്ബോളർ എന്ന ഒരു നിലയിൽ അദ്ദേഹത്തിന്റെ കരിയർ കൊണ്ടുപോകാൻ കഴിയും. ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.